ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹെമ്യാ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുകയാണ്. 19-ാമത്തെ വചനം. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മോശയ്ക്ക് ജോഷയ്ക്ക് കൊടുത്ത വാഗ്ദാനം വീണ്ടും നമ്മൾ ഗോഡ് വിൽ ബി വിത്ത് us. എന്തിനാണ് ഈ ദൗത്യം? കുരിശിൽ വാ പിളർന്ന് കരഞ്ഞൊരു യേശുവുണ്ട്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പ്രതി വിലപിക്കുന്ന യേശു. ഈ യേശുവിൻ്റെ വിലാപത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റുമോ നമുക്ക്? പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ എല്ലാ സ്റ്റാച്യൂസും കണ്ണുനീരും രക്തവും ഒലിപ്പിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭക്തജനം മുഴുവൻ കണ്ണുനീര് ശേഖരിച്ചും രക്തം ശേഖരിച്ചും രോഗശാന്തിയൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ചോദിക്കുന്നില്ല അമ്മ എന്തിനാണ് കരയണത്, അത് നമ്മുടെ വിഷയമല്ല. സ്വർഗം കരഞ്ഞുകൊണ്ടിരിക്കുക, അതും നമ്മുടെ വിഷയമൊന്നുമില്ല. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ. ഇന്ന് ഞങ്ങളുടെ 3 മക്കളെ സ്കൂളിൽ, അവസാനത്തെ 3 മക്കളെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോലും കൊണ്ടുവരിച്ചു. കാരണം വീട്ടിലിരുത്തി പഠിപ്പിക്കുകയാണ്, ഹോം സ്കൂളിംഗ് പഠിപ്പിക്കുകയാണ്. കാരണം വി ഹാവ് ടു ഗോ ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവൻ പോകണം. അപ്പോൾ എന്ന് വെച്ചാൽ പിള്ളേരെ പഠിത്തമൊന്നും കളയാനല്ല ഉദ്ദേശിക്കുന്നത്. പിള്ളേരെ വീട്ടിലിരുന്ന് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾക്ക് ഈ മിഷൻ പൂർത്തീകരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സ്വർഗം വിലപിക്കുകയാണ്. മാതാവ് കരയുന്നു, യേശു കരയുന്നു, സ്വർഗം കരയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആക്കി വലിയ വലിയ സ്ഥാനത്താക്കാനായിട്ട് ഓടി നടന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാകുന്നു.
എന്ന് വെച്ച് ജോലിയൊന്നും എടുക്കണ്ടെന്നല്ല ഞാൻ പറയേണ്ടത്. നമ്മുടെ മക്കൾക്കെല്ലാം ഒരു മിഷൻ എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ജീവിക്കുന്ന വ്യഗ്രതയാണ്. എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും? നിങ്ങളുടെ മക്കളല്ല, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെങ്കിലും തീറ്റിപ്പോറ്റാൻ കഴിവുള്ള ഒരപ്പൻ നിന്റെ സ്വർഗത്തിലുണ്ട്. ആ അപ്പനെ നീ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് do everything with this mission. നിന്റെ കുടുംബത്തിന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വാട്ട് ഈസ് ദ മിഷൻ ഓഫ് മൈ ഫാമിലി? എൻ്റെ കുടുംബത്തിൻ്റെ മിഷൻ എന്താ കർത്താവേ? ഇന്ന് ഒരു പൊട്ടൻ ഗണേശനാണ്. ഞാൻ BCom 5 വർഷം എഴുതി ഡിഗ്രി എടുത്തവനാണ് ഞാൻ. അവൻ്റെ മേൽ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചില മാറ്റങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഈ പാപത്തിൽ പെടാത്ത കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ ജനിക്കുന്ന മക്കളാണ്. ആ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഈ ലോകത്തിന് കുറച്ച് സമ്പത്തും സൗഭാഗ്യങ്ങളും നേടാൻ വേണ്ടിയിട്ടല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവരിലൂടെ ഇന്ന് നമ്മളിലൂടെ ആയിരങ്ങളെ ദൈവം എടുക്കുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധമായ മക്കളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലക്ഷങ്ങളും കോടികളും മക്കളെ നേടാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബട്ട് ഗിവ് ദം ഓറിയന്റേഷൻ. അവരിലുള്ള ഓറിയന്റേഷൻ കൊടുക്കണം. അതാണ് ലക്ഷ്യം. ഒറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ. നമ്മുടെ കുടുംബജീവിതത്തിനും എല്ലാ അർത്ഥത്തിനും ഒരു ലക്ഷ്യമേ ഉള്ളൂ. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. പ്രൈസ് ദ ലോർഡ്. വില കൊടുക്കണം, വില കൊടുക്കണം. വില എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വിലയൊന്നുമല്ല. പഠിച്ചിട്ട് വലിയ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നില്ല. അതിനേക്കാൾ കൂടുതലൊക്കെ കൃപയും സമ്പത്തൊക്കെ ദൈവം തന്നോളും. പക്ഷെ ദൈവത്തിൻ്റെ രാജ്യം, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും കുറവുണ്ടോ? അനേകം സുവിശേഷ പ്രഘോഷകരെ ഞാൻ കാണുന്നുണ്ട്, മക്കളെക്കുറിച്ച് വ്യഗ്രതപ്പെട്ട് കഴിയുന്നത്. അവരുടെ അഭിഷേകവും പോയി, എല്ലാം പോയി. മകന് പഠിച്ചു എഞ്ചിനീയറായി, മറ്റതായി, പക്ഷെ ജോലിയില്ല. എൽവിസെ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള സുവിശേഷ പ്രഘോഷകര് എവിടെ എത്താനായിട്ടാണ്? എന്താണ് വിശ്വാസം? വയലിൽ എടുത്ത് കാണിച്ചെന്ന് വിശ്വാസം. നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ആകുലപ്പെടണ്ട. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്ത് ഭക്ഷിക്കും, എന്ത് കഴിക്കും, അവരുടെ കല്യാണം, അവരുടെ മക്കൾ, അവരുടെ ജോലി, ഇതൊന്നും നിങ്ങളുടെ വിഷയമല്ല. ഇതൊക്കെ എൻ്റെ വിഷയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സാക്ഷികളാകണം. ജീവിതം വഴിയും വചനം വഴിയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം പ്രിയമുള്ളവരെ. ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ അനുഗ്രഹത്തിൻ്റെ പുറകെ ഓടുന്നവരാണ്. അനുഗ്രഹിക്കും ദൈവം. കർത്താവിന് വേലയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും. നിനക്കൊന്നിനും കുറവുണ്ടാവില്ല. ആ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഈ സുഖങ്ങളും സമ്പത്തൊക്കെ കൂടുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോകുന്നുണ്ടോ ശ്രദ്ധിക്കുക. എന്തോരം അടയാളങ്ങൾ. ചിലപ്പോഴൊക്കെ എന്നോട് ചിലപ്പോൾ എൽവിസ് നിനക്ക് പ്രത്യേക ഒരു വിളി കിട്ടി, അതുകൊണ്ട് നീയും കുടുംബം ഓടുന്ന നല്ല കാര്യം. ഞങ്ങളെ പ്രത്യേകം ദൈവം വിളിച്ചതാണോ? എന്താ അഭിപ്രായം? ആണോ? അതെ, നിങ്ങളെ വിളിച്ചിട്ടുണ്ടാ? ഇത് ഞങ്ങളെ പ്രത്യേകം ബോധ്യവൃക്ഷത്തിൻ്റെ അടിയിൽ കിടന്നപ്പോൾ കിട്ടിയ ആപ്പിൾ വീണപ്പോൾ കിട്ടിയ ബോധ്യമൊന്നുമല്ല. ഈ വിളി ഇറങ്ങാനായിട്ടുള്ള കാരണം ഒന്നേ ഉള്ളൂ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹത്തിനും സ്നേഹത്തിനും പകരം എന്ത് കൊടുക്കും എന്നൊരു ചിന്തയിൽ നിന്ന് മാത്രം വന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാണ്ട് പ്രത്യേകമായിട്ട് എൽവിസെ നീ എല്ലാം വിട്ട് ഇറങ്ങി വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്രിയെ നീ ജോലിയെല്ലാം വിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പകരം ഒന്നേ ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ, ജീവിതം കൊടുക്കുക. ഹല്ലേലൂയ. പറ്റുമെങ്കിൽ ഈ ജീവൻ വെടിഞ്ഞ് സുവിശേഷം കൊടുക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിനുള്ള ഭാഗ്യം കിട്ടുമോന്ന് അറിയാൻ അത്രയ്ക്ക് യോഗ്യതയൊന്നുള്ളതായിട്ട് തോന്നണില്ല. പക്ഷേ ജീവിതം കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ, എൻ്റെ കുടുംബം. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഈ ലോകത്തിൽ ഒരുവനും ഒന്നിനും കുറവുണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം 11:22 നമ്മൾ 20 വായിക്കുന്നുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അത്ഭുതം പ്രവർത്തിച്ച ചില വ്യക്തികളോട് ഈശോ ചില കട്ടിയായ ഭാഷയിൽ പറയുകയാണ്. മത്തായി സുവിശേഷം 11:21. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി.
ഇന്ന് ലോകം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത്രമാത്രം സുവിശേഷവും അത്ഭുതങ്ങളും നടന്നിട്ടുള്ള ഒരു രാജ്യം ലോകത്തിലുണ്ടാവില്ല. അതേതാ രാജ്യം? കേരളം. കേരളത്തിലെ ഏത് മക്കളാണ്? നമ്മൾ തന്നെയാ അല്ലേ? ഇന്ന് ഏകദേശം ഒരാഴ്ചയിൽ 40,000 പേര് ധ്യാനിക്കുന്നുണ്ട് കേരളത്തിൽ. ഒരു മാസത്തിൽ 1,60,000 പേര്, ഒരു വർഷത്തിൽ 18 ലക്ഷം പേര്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ധ്യാനിച്ചെന്നറിയാവോ? 4.5 കോടി ജനം ധ്യാനം കൂടി കഴിഞ്ഞു. കേരളത്തിന്റെ ജനസംഖ്യ എത്രയാ? 3.5 കോടി. അതിനകത്ത് ക്രിസ്ത്യാനി എത്രയുണ്ട്? 20% താഴെ. 4.5 കോടിക്കകത്ത് കൂടിയതിനകത്ത് എല്ലാം ക്രിസ്ത്യാനിയാ ഭൂരിഭാഗം. അത് 20%. ആ ക്രിസ്ത്യാനിക്കകത്ത് എത്ര പേര് ധ്യാനം കൂടിയെന്നറിയാവോ? ലെസ് ദാൻ 2%. നിങ്ങളുടെ കുടുംബം എടുത്ത് നോക്കിയാൽ അറിയാം. നിങ്ങളുടെ കുടുംബം അപ്പനമ്മയുടെ 2 കുടുംബം എടുത്തേക്ക് മാതാപിതാക്കളും അപ്പാപ്പനമ്മ എടുത്ത് ഓടുക. അതിൻ്റെ അകത്ത് എത്ര ശതമാനം പേര് ധ്യാനം കൂടിയിട്ടുണ്ട്? 2 കൂടിയിട്ടുണ്ടെങ്കിൽ മഹാഭാഗ്യം എന്ന് ഞാൻ പറയും. പിന്നെ ഈ കൂടുന്ന ആൾക്കാർ മുഴുവൻ ആരാ? നമ്മൾ തന്നെയാ. ഇവിടെ നിങ്ങൾ എന്തിനു വന്നതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഈ കള്ളുകുടിയന്മാർക്ക് ഈ രാവിലെ അടിച്ചില്ലെങ്കിൽ ഒരു വിറവൽ വരും. നമുക്കിതല്ല, വർഷത്തിലൊരിക്കൽ ഇതൊന്ന് ഫിറ്റാക്കിയില്ലെങ്കിൽ വിറവൽ വരുമെന്നൊരു സംശയം. പിന്നെ അടുത്തത് സ്വീകരിക്കാൻ വന്നാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാൽ നമ്മളെക്കുറിച്ചാണ് കർത്താവ് പറയണത്. കൊറാസിൻ നിനക്ക് ദുരിതം, ബേത്സെദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുതപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടയറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്ന വിധി ദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും വാരിക്കോരി തന്നിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ട്. എന്തിനാണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്? ഒറ്റ ഉദ്ദേശമുള്ളൂ, മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം ഈശോ പറയുകയാണ്. അവർ ചോദിച്ചു, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ ജീവിതം എല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷകരൊക്കെ ജീവിക്കുന്നത് ഈ അപ്പം തിന്നാൻ വേണ്ടിയിട്ടാണ്. നശ്വരമായ അപ്പത്തിന് വേണ്ടി നമ്മളെയൊക്കെ അതിൻ്റെ പുറകെ ഓടിച്ച് നമ്മുടെ മക്കളെയും സാത്താൻ കെട്ടിയിട്ടിരിക്കുക. ഇന്ന് നമുക്ക് സമയമില്ല, ടൈമില്ല. കുടുംബം, ഭാര്യ, മക്കള്, ജോലി, ഇത് കഴിഞ്ഞിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ ആർക്കാ സൗകര്യമുള്ളത്? പിന്നെ കുറേ വയസ്സായ ചേട്ടന്മാരുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇറങ്ങേണ്ട പരിപാടിയല്ല സുവിശേഷ പ്രഘോഷണം. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ അധ്വാനവും ജീവിതവും കുടുംബവും എല്ലാം നയിക്കുന്നതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിത്യജീവൻ പ്രാപിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവർ ചോദിച്ചു 28-ാമത്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ? അതിന് ഏറ്റവും വലിയ അർത്ഥം, അവൻ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നുവോ, അവന്റെ ലക്ഷ്യവും മിഷനും എന്തായിരുന്നുവോ അത് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കർത്താവ് ഒരു മിഷനറി ആയിരുന്നു. ഓരോ ക്രിസ്ത്യാനിയും അവന്റെ കുടുംബവും മിഷനറീസ് ആയിരിക്കണം. ഹല്ലേലൂയ. അതാണ് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന അർത്ഥം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് തയ്യാറുണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. വില കൊടുക്കണം. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മളിലൂടെ. ഈ ലോകത്തിന് അത്ഭുതങ്ങൾ ആവശ്യമാണ്. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ് അവൈലബിലിറ്റി. ഇന്ന് ദൈവത്തിന് വേണ്ട ഏറ്റവും വലിയ എബിലിറ്റി നമ്മുടെ കഴിവോ ബുദ്ധിയോ പ്രാർത്ഥനയോ ശക്തിയോ ഉപവാസമോ ഒന്നും ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കാൻ ആവശ്യമില്ല.
മരിച്ചുപോയ ലാസറിനെ, യേശു സ്നേഹിച്ചിരുന്ന യേശുവിന് പ്രിയപ്പെട്ട ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ ലാസറിൻ്റെ ശക്തിയോ പ്രാർത്ഥനയോ ഉപവാസമോ എല്ലാം ദൈവം എടുത്തിരുന്നോ? ആവശ്യം വന്നിരുന്നോ? ഇല്ല. ദൈവത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. കരബലത്താലല്ല, സൈന്യബലത്താലല്ല, തൻ്റെ ആത്മാവിനാലാണ് ദൈവം അത് നിർവഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നിന്റെ ആത്മാവിന് വേണ്ടത് പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ ഒരു പരിപൂർണ സമ്മതം. അതാണ് ദൈവത്തിന് വേണ്ടു. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നും ദൈവത്തിന് ആവശ്യം. നിന്റെ വിദ്യാഭ്യാസമോ കഴിവോ ഗുണമോ വിശുദ്ധി വേണ്ടെന്നല്ല പറയണത്. അതല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിന്റെ അവൈലബിലിറ്റി, ദൈവത്തിൻ്റെ വേലക്കാരനാകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ, നിങ്ങളുടെ ജോലിയെ, ബിസിനസ്, സമ്പത്തിനെ സമർപ്പിക്കാവോ? ഈ സ്വപ്നം നടന്നിരിക്കും നിങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, സ്വർഗം ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും അനുഗ്രഹങ്ങളുടെ പുറകെ ഓടരുത്. അത് ആത്മീയ വരദാനങ്ങളുടെ അനുഗ്രഹമായാലും ഭൗതിക അനുഗ്രഹങ്ങളായാലും അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ലോകം സുവിശേഷവൽക്കരിക്കപ്പെടണം. ഇന്ന് പ്രത്യേകിച്ച് യുവജനങ്ങൾ, കുഞ്ഞുമക്കൾ ഇറങ്ങണം. ഞങ്ങൾ അനേകം ക്യാമ്പസുകളിൽ പോവുകയാണ്. ഇന്ന് ക്യാമ്പസുകളിൽ ചെല്ലുമ്പോൾ കാണുന്നത്, ഒരു കാലത്ത് സെക്സ് ആയിരുന്നു ക്യാമ്പസുകളിലെ പ്രശ്നം, പോർണോഗ്രഫി. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കന്മാർ ഇടപെടുന്നത് ലഹരി വസ്തുക്കളും സാത്താൻ സേവയ്ക്കുമാണ്. നിങ്ങൾക്ക് അറിവുണ്ടാവില്ല. ഇന്ന് കേരളത്തിലെ കോളേജുകളും അതിലും ഒരു 70-80% പിള്ളേർ ഇതിനകത്ത് പോകുന്ന ക്രിസ്ത്യാനി കുട്ടികളാണ്. പ്രിയമുള്ള, വളരെ ഭയാനകമായ ഒരു രീതിയിലാണ് പോകുന്നത്. സാത്താൻ പതുക്കെ പിടിക്കുകയാണ്. അന്ധകാരം വ്യാപിക്കുന്ന ലോകത്തിൽ. കാരണം എന്താ? ലോകത്തിൻ്റെ പ്രകാശദീപങ്ങളാകേണ്ട നമ്മളെല്ലാം പ്രകാശം കെടുത്തി വെച്ച് സ്വന്തം വീടും കുടുംബമായിട്ട് നിൽക്കുകയാണ്. നാളെ നമ്മുടെ മക്കളെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കുക. നിങ്ങൾ വിചാരിക്കരുത് അവരെ എത്ര നാൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അവർ നാളെ പുറത്തിറങ്ങേണ്ടി വരും. ഈ പുറത്ത് മുഴുവൻ ഈ വൈറസും ബാക്ടീരിയ നടക്കുമ്പോൾ അത് നിങ്ങളുടെ മക്കളെയും പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഇറങ്ങണം. ക്രിസ്റ്റീന് ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് ദാറ്റ് ഈസ് ദ ഏജ്. അവിടെയാണ് പിടിക്കേണ്ടത്. എല്ലാ രീതിയിലും കുഞ്ഞുമക്കളെ പിടിക്കണം. 16, 15 വയസ്സ്, 17, 18 വയസ്സ് വരെ പിടിക്കണം നമ്മൾ മക്കളെ. എങ്കിലേ ഈ ലോകം രക്ഷപ്പെടുകയുള്ളൂ. അവരെയാണ് സാത്താൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ഞാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് എന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങളിൽ. എത്രയോ നാളുകളായി മുട്ടുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് തുറന്നു കൊടുക്കണം. എന്തിനു വേണ്ടിയാ തുറന്നു കൊടുക്കുന്നത്? ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളായിട്ടും ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഇത്രയും നാളുകൾ പിടിച്ചാണ് നമ്മൾ ദൈവത്തിന് കൊടുത്തിരുന്നത്. ഉത്കണ്ഠയാണ്, ഭയമാണ്, വ്യഗ്രതയാണ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കർത്താവെ, നാളെ ജുബ്ബായും ബൈബിളൊക്കെ എടുത്ത് ഞാൻ താടിയൊക്കെ വെച്ച് പ്രൈസോട് പറഞ്ഞ് നടക്കേണ്ടി വരുമോ എന്നുള്ള പേടി, വലിയ ഭയം നമ്മളെ ഭരിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ വചനം പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്. യേശു ക്രിസ്തുവിന്റെ ആധിപത്യത്തിന്റെ അധികാരത്തിന്റെ രൂപയെ സ്വീകരിക്കാൻ നമ്മുടെ ജീവിതം തുറന്നു കൊടുക്കുക. നമ്മുടെ ഭവനങ്ങൾ തുറന്നു കൊടുക്കുക പ്രിയമുള്ളവരെ. നമ്മുടെ കുടുംബങ്ങൾ തുറന്നു കൊടുക്കുക. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ തുറന്നു കൊടുക്കുക. പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷക്കണക്കിന് മക്കളെ നേടുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കട്ടെ. പരിപൂർണമായി വിട്ടുകൊടുക്കുക. നമ്മുടെ ഭവനങ്ങളെയൊക്കെ സമർപ്പിക്കാം. എവിടെയെങ്കിലും ജീവന് എതിരായിട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, ജീവന് ദുർസാക്ഷ്യമായി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, ജീവൻ വരുന്നത് തടഞ്ഞു നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പശ്ചാത്തപിക്കുക. യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താല് അവൻ സഹിച്ച, അവന്റെ ശരീരത്തിലേറ്റെടുത്ത അടിപ്പിടറുകളുടെ യോഗ്യതയാല് ആ പാപത്തിന്റെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനെതിരായി നിന്നത് വഴി കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സുവിശേഷ പ്രഘോഷകർക്കും ഇവിടെ എല്ലാവരിലേക്കും ഒരിക്കൽ കൂടി യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാല്, അവൻ സഹിച്ച പീഡകളുടെ യോഗ്യതയാല് പിതാവായ ദൈവമേ, ഒരിക്കൽ കൂടെ കൃപയുടെ നീർച്ചാലുകൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദാമ്പത്യം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ ജ്വാല
സ്നേഹത്തിന്റെ ജ്വലിക്കുന്ന കുടുംബങ്ങളായി ഈ ലോകത്തില് മലമുകളിൽ പണിത പട്ടണങ്ങൾ പോലെ ഓരോ ഭവനങ്ങളും അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില് മലമുകളിൽ പണിത പട്ടണം പോലെ ഓരോ ഭവനങ്ങളും ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും ഈ ലോകത്തിന് പ്രകാശമായി ഊപ്പായി ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല മക്കളിലേക്ക് ഇറങ്ങട്ടെ, സകല മക്കളിലേക്ക് ഇറങ്ങട്ടെ. എല്ലാ ഭയങ്ങളും മാറി ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയിലും സ്നേഹത്തിലും കാരുണ്യത്തിലും വിശ്വസിക്കാൻ ഞങ്ങളെ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. മിഷൻ 2033 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും യേശുവിനെ അറിയണം. This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവന റൂഹ സത്യവെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. യേശു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തിലെ ഏക ദൈവമെന്നുള്ള സത്യം ലോകത്തെല്ലാവരും അറിയണം. അഗ്നി അനുഭവം അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണിത്. കൂടുതൽ പവർ കിട്ടി ഇതിലൂടെ. പുത്തനൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് വലിയ വെളിച്ചാണ്. കാലഘട്ടത്തിന്റെ സുവിശേഷമാണെന്ന് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. സുവിശേഷം ആകുക, സുവിശേഷമേകുക. ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുവിൻ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവരും ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസ
Thank you.